വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം അർഹതയില്ലാതെ ആയാലും 4-ലധികമാകാത്ത സാദാത്തുക്കളെ മുശാവറയിൽ അംഗമാക്കാൻ തീരുമാനിക്കണം. ഇത് വന്നപ്പോൾ ജനറൽ ബോഡിയിൽ വലിയ കോലാഹലമുണ്ടായിട്ടുണ്ട്. സമസ്ത മുശാവറയിലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകള് സമസ്തയുടെ പ്രസിഡന്റായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5/3/66 5/3/66 അതുവരെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മഹാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ ബാരി അവർകളുടെ വഫാത്തിനെ തുടർന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രസിഡന്റായി മൂപ്പര് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ മൂപ്പര് തീരുമാനിച്ച അന്നത്തെ യോഗത്തിന്റെ തീരുമാനത്തിൽ തന്നെ, അതായത് 5/3/66 അതേ യോഗത്തിലെ തീരുമാനം തന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ സമസ്തയൊരു ജനറൽ ബോഡിയും അന്ന് തന്നെ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഒരു പൊതുയോഗവും നടത്തണം എന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനപ്രകാരം സമസ്തയുടെ ജനറൽ ബോഡി 3/4/62 അതിൽ തന്നെ കാണാം, സമസ്തയുടെ തീരുമാനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള മിനിറ്റ്സിൽ തന്നെ കാണാം. ഈ തീരുമാനപ്രകാരം 3/4/66 ചേർന്ന ജനറൽ ബോഡി സമസ്തയുടെ നിയമാവലി അച്ചടിച്ച് ജനറൽ ബോഡി മെമ്പർമാർക്ക് ഓരോ കോപ്പി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് 15/4/66 നിയമാവലി അച്ചടിച്ചു, അംഗങ്ങൾക്കൊക്കെ കിട്ടി. അപ്പോൾ മൂപ്പർ ആദ്യം ചെയ്ത പണി, സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ പ്രസിഡന്റായ ഉടനെ ചെയ്ത പണി, 41 വർഷത്തെ കാലചരിത്രത്തിൽ സമസ്തയുടെ നിയമാവലി അതിൻ്റെ ജനറൽ ബോഡി മെമ്പർമാർക്ക് ലഭ്യമായിട്ടില്ല എല്ലാവർക്കും. അത് അച്ചടിച്ചിട്ട് എല്ലാ മെമ്പർമാർക്കും എത്തിക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ജനറൽ ബോഡി വിളിപ്പിക്കുകയും ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്യുകയുമാണ്. ആ ജനറൽ ബോഡിയുടെ തീരുമാനപ്രകാരം അച്ചടിച്ച് വിതരണം ചെയ്ത ഈ നിയമാവലി വന്നാൽ നിയമാവലിക്ക് വിരുദ്ധമായി ഇഷ്ടം പോലെ നടക്കാൻ പിന്നെ സമസ്തയിൽ പറ്റില്ല. അപ്പൊ ഇഷ്ടം പോലെ നടക്കുന്ന ഒരു ശ്രമം 950 ശേഷം സമസ്തയിൽ കയറിപ്പറ്റിയിട്ടുള്ള നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ആർക്കും സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ രൂപീകരണത്തിൽ പങ്കില്ല, അതിൻ്റെ ഉയർച്ചയിൽ പങ്കില്ല. 50കൾക്ക് ശേഷം മാത്രം വരുന്നവർക്ക് 25 കൊല്ലം സമസ്തയുടെ ഉലമാക്കൾ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ലല്ലോ. അപ്പൊ 50ന്റെ ശേഷം വന്ന ആളുകൾക്ക് നിയമാവലിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു സ്വഭാവം പൊരുത്തിരിഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാവലി എല്ലാവർക്കും കിട്ടണം എന്നാണ് മൂപ്പർ ആദ്യം തന്നെ, അതായത് പ്രസിഡന്റായ ഉടനെ ഷെയ്ഖുന താജുൽ ഉലമ അവറുകൾ നടപ്പാക്കിയത്. അതോടുകൂടെ നിയമാവലി അനുസരിച്ച് പോകണമെന്നായി. തൊട്ടടുത്ത് 10/6/66 ചേർന്ന മുശാവറ, 10/6/66. അപ്പൊ എത്രയായി? 15/4/66 നിയമാവലി അടിച്ചു. 15/4 ഏപ്രിൽ മാസം 15-ാം തീയതി നിയമാവലി അടിച്ചപ്പോ 10/6 ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ 2 മാസം ആയിട്ടുള്ളൂ. 2 മാസം തേഞ്ഞിട്ടില്ല. 2 മാസം കഴിഞ്ഞപ്പോ സമസ്ത മുശാവറയുടെ ഒരു തീരുമാനം. എന്താ തീരുമാനം? സമസ്തയുടെ നിയമാവലി വായിച്ച ശേഷം അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ച് അടുത്ത യോഗത്തിൽ സമർപ്പിക്കാൻ താഴെ പറയുന്നവരെ തിരഞ്ഞെടുത്തു. 1 സദഖത്തുള്ള മുസ്ലിയാർ, 2 പി ഇബ്രാഹിം മുസ്ലിയാർ, 3 ബാഫക്കി തങ്ങൾ, 4 മുത്തുക്കോയ തങ്ങൾ, 5 ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഈ 5 ആളുകൾ കൂടി സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ അടിച്ചിട്ടുള്ളൂ. 2 മാസം മുമ്പ് അച്ചടിച്ചിട്ട് ലഭ്യമാക്കിയിട്ടുള്ള ഈ നിയമാവലിയിൽ തിരുത്തേണ്ട ഭേദഗതികൾ വരുത്തണം എന്ന് തീരുമാനിക്കുകയാണ്. അത് കണ്ടെത്താൻ 4-5 അംഗങ്ങൾ, അതിൽ ഷെയ്ഖുന അവറുകളുമുണ്ട്. അവർ കൂടിയിട്ട് കൊണ്ടുവരുന്ന ഭേദഗതിയാണ്. പക്ഷേ ഓരോരുത്തരാളെ കൊണ്ടുവന്ന ഭേദഗതിയിൽ ഈ ഭേദഗതിയുടെ ഭാഗം വായിക്കുക. അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ നടന്നത്. അതിനെ മറ്റൊന്നാക്കി ചിത്രീകരിച്ചുകൊണ്ട് വാസ്തവത്തിൽ വിഷയം മാറ്റുന്ന ഒരു ചെറിയ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. 23-22-9-66 ചേർന്ന മുശാവറ കമ്മിറ്റി നിർദ്ദേശിച്ച ഭേദഗതികൾ വായിക്കുകയാണ്. ആ വായിക്കുന്നതിൽ എന്താണ് ഒന്ന് എന്നറിയോ? 3-2, അതായത് ഭരണഘടനയുടെ വകുപ്പ് 3-2 മുശാവറ അംഗങ്ങൾക്ക് കൊടുത്ത നിർവചനത്തിനും യോഗ്യതക്കും ശേഷം ഇപ്രകാരം കൂട്ടിച്ചേർക്കേണ്ടതാണ്. എന്നാൽ
വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം 4-ൽ അധികരിക്കാത്ത സാദാത്തുക്കളെ മുശാവറയിൽ അംഗമാക്കാവുന്നതാണ് എന്നും ഒരു തീരുമാനമാണ്. എന്തേ വിഷയം? സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ മുശാവറയിൽ എത്തണമെങ്കിൽ ഫത്വാക്ക് യോഗ്യനാകണം, ദർസിന് യോഗ്യനാണ്. ദർസിനും ഫത്വാക്കും യോഗ്യനാകുന്ന ആൾക്കാരെ അതിൽ പറ്റുള്ളൂ. അവിടെ എത്താത്ത ചില തങ്ങന്മാരെ അതിൻ്റെ അകത്ത് പ്രവേശിപ്പിക്കണമെന്ന് ചിലർക്ക് നിർബന്ധം. ഈ നിർബന്ധത്തിന് സൗകര്യം ചെയ്യാനാണ് മുശാവറയുടെ നിലവിലിരിക്കുന്ന ഒരു യോഗം 2 മാസം മുമ്പ് മാത്രം അച്ചടിച്ച് വിതരണം ചെയ്ത് നിയമാവലിയിൽ പരിശോധിച്ചിട്ട് വോട്ടവകാശമില്ലാതെ ആവശ്യമെന്ന് കാണുന്ന പക്ഷം അർഹതയില്ലാതെ ആയാലും 4-ലധികമാകാത്ത സാദാത്തുക്കളെ മുശാവറയിൽ അംഗമാക്കാൻ തീരുമാനിക്കണം. ഇത് വന്നപ്പോൾ ജനറൽ ബോഡിയിൽ വലിയ കോലാഹലം ഉണ്ടായിട്ടുണ്ട്. ആ ജനറൽ ബോഡി എന്നായിരുന്നു? 11-ാം മാസം. തീയതി അതിൽ കാണുന്നില്ല, കാരണം തീയതി അവർ പേച്ചിട്ടൊരു പൂജ്യട്ടിരിക്കുകയാണ്. അപ്പോൾ പൂജ്യം തന്നെയാണ് തീയതി. പൂജ്യം തീയതി ആയിരിക്കും. ഏതായാലും 11-ാം മാസമാണ്, അതായത് നവംബർ മാസം. ഇത് ചേരുന്നതോ ഈ ചേരുന്നത് 9/66. അപ്പോൾ 9/66 മാസത്തിൽ ചേരുന്നത് 2 മാസം കഴിഞ്ഞ ശേഷം പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ വാർഷികത്തോടനുബന്ധിച്ച് ചേർന്ന ജനറൽ ബോഡിയിൽ പി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഈ ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടു എന്നാണ്. ആ ഭേദഗതി ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തപ്പോൾ വമ്പിച്ച ബഹളാണ് ജനറൽ ബോഡിയിൽ ഉണ്ടായത്. ഒരുപാട് ആളുകൾ ഫത്വക്ക് യോഗ്യരാവണം, ദർസ് നടത്താൻ യോഗ്യരാകണം, ഇങ്ങനത്തെ ഉള്ളവരെ മുശാവറ അംഗങ്ങളാക്കാൻ പറ്റുള്ളൂ എന്ന് ഭരണഘടനയിലുണ്ടെങ്കിൽ അതിന് യോഗ്യരല്ലാത്ത സയ്യിദുമാരെ പ്രവേശിപ്പിക്കുകയോ അല്ലാത്തവരെ കടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിന് ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയേണ്ടതില്ലല്ലോ. ജംഇയ്യത്തുൽ ഉലമ വൽ ജുഹലാന്നോ അല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഉലമ വ സാദാത്തീന്നോ എന്നൊക്കെ കൂട്ടിയിട്ട് പേരിടേണ്ടി വരുമല്ലോ എന്ന അഭിപ്രായങ്ങൾ പൊങ്ങി വരികയും വമ്പിച്ച ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ബഹുമാനപ്പെട്ട ശൈഖുനാബുകൾ അടക്കമുള്ളവർ ഉള്ള ജനറൽ ബോഡിയിലാണ്. ആ ജനറൽ ബോഡിയിൽ പാസ്സാക്കി എന്നായി പറയുന്നത്. പാസ്സാക്കൽ എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും വമ്പിച്ച ബഹളം നടന്നിട്ടുണ്ട് എന്ന് അതിന് ദൃക്സാക്ഷിയായവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നും അതിൽ പങ്കെടുത്തിട്ടുള്ളവർ നമ്മുടെ സംഘത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ സംഘത്തിലുള്ള ബഹുമാനപ്പെട്ട അസ്ഹർ മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് യു അബ്ദുറഹിം മുസ്ലിയാർ കടങ്ങായി ഉസ്താദ് അവറുകളും ചെറുകര ഉസ്താദ് അവറുകളും ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട സമതുമലയും മണ്ണാർമല അവറുകളാണ് അന്ന് കനത്ത ഭാഷയിൽ നല്ലപോലെ എതിർത്ത് സംസാരിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്ന അദ്ദേഹമാണ്. അങ്ങനെ വമ്പിച്ച ശബ്ദം നടന്നിട്ടുള്ള ഒരു വിഷയമാണ് ഭരണഘടനയിൽ മാറ്റിയിട്ട് അർഹതയില്ലാത്ത അംഗങ്ങളെ സയ്യിദുമാരെന്ന പേരിൽ കടത്താമെന്ന വിഷയം. പക്ഷെ ജനറൽ ബോഡി പാസ്സാക്കുന്നതോടുകൂടെ അത് നിയമമാവുമല്ലോ. ഭരണഘടന വന്നാൽ പാസ്സാക്കുന്നത് നിയമമല്ലേ, പിന്നെ എങ്ങനെ രാജിവെക്കണ്? ഇതിന് രാജിവെക്കേണ്ട പ്രശ്നമില്ല. ഇതാണ് പ്രശ്നം. പിന്നെ ഈ പ്രശ്നത്തിന് പറയുന്നത് അന്നത്തെ രാഷ്ട്രീയക്കാരായ ചില അംഗന്മാരെ ഇതിൽ പ്രസിഡന്റും സെക്രട്ടറി ആക്കി എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ഉപയോഗിച്ച് പറയുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങൾ അവർകളുടെയും ബഹുമാനപ്പെട്ട സേതുദ് റഹ്മാൻ ബാഫഖി തങ്ങളെയും അംഗങ്ങളാക്കി എടുത്തതിൻ്റെ പേരിലാണ് ഇത്. ബാഫഖി തങ്ങളപ്പോൾ കണ്ടില്ല, ഈ ഭരണഘടന ഭേദഗതി നിർദ്ദേശിക്കുന്നതിൽ തന്നെ ഒരാളല്ലേ, അന്ന് അദ്ദേഹം മുശാവറയിലുണ്ട് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. പൂക്കോയത്തങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 24/2/1973 24/2/1973 മുശാവറയിലാണ് PMSA പൂക്കോയത്തങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതായത് ഷെയ്ഖുന രാജിവെച്ച് 6 കൊല്ലം കഴിഞ്ഞിട്ട്, ഷെയ്ഖുന രാജിവെച്ച് 6 കൊല്ലം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്നവരെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിലാണ് ഷെയ്ഖുന രാജിവെച്ച് പോകുന്നതെന്ന് പറയുന്നത് എത്ര വലിയ അബദ്ധവും തനി കള്ളവുമല്ലേ അത്, വ്യാജമല്ലേ അത്. അപ്പൊ ഈ വ്യാജം ചിലത് പറയുന്നുണ്ട്. അതൊന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ പറഞ്ഞത് സമസ്തയിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഈ വകയൊന്നും ചിലർ, പക്ഷെ ചിലർ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഓരോ 2 ആളും തിരഞ്ഞെടുത്തിൻ്റെ പേരിലാണ് നോക്കുക. അത് വാട്സാപ്പിലും മറ്റൊക്കെ അങ്ങനെ നടക്കുകയാണ്. തീയതികൾ നോക്കി കൃത്യമായി വായിച്ചാൽ തന്നെ, ഞാനിത് ബോധപൂർവമാണ് സംസാരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ തീരുമാനങ്ങൾ എഴുതിയ മിനിറ്റ്സിലെ വാക്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വായിക്കുന്നത്. ആ മിനിറ്റ്സിലെ വാക്യങ്ങൾ പ്രകാരം 24/2/1973 ചേർന്ന മുശാവറ PMS പൂക്കോയത്തങ്ങളെ മുശാവറ അംഗമായി തിരഞ്ഞെടുത്തു. അന്നത്തെ മിനിറ്റ്സിൽ ഒരു തീരുമാനമാണ് 73. അപ്പൊ 67 ഷെയ്ഖുന രാജിക്കുന്ന എങ്ങനെ പൂക്കോയത്തങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിലാവുന്നത്? ബാഫി തങ്ങളാവട്ടെ ഭരണഘടനയ്ക്ക് ഭേദഗതി നിർദ്ദേശിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത കമ്മിറ്റിയിലുണ്ടല്ലോ. പിന്നെ ഓരോ 2 ആൾ എടുത്തതിൻ്റെ പേരിൽ രാജിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
അത് ശുദ്ധമായും സത്യമല്ല, അത് വ്യാജമാണ്. അപ്പൊ ആ വ്യാജമായതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പ്രതികരിച്ചതിന്റെ പേരിൽ ചിലർക്കൊക്കെ വിഷമവുമുണ്ട്. പക്ഷേ കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞ ചില സംഭവങ്ങൾ, സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തൊട്ടുടനെ തന്നെയാണ് സ്പീക്കറിന്റെ പാസ്സാക്കലൊക്കെ വരുന്നത്. അപ്പൊ രാഷ്ട്രീയ മാനങ്ങളോടുകൂടെ ചിലരൊക്കെ കടന്നു വരികയും ചിലരൊക്കെ കടത്തുകയും തദടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ആ തീരുമാനങ്ങൾക്കൊക്കെ ഇടയാകുമെന്ന നിലയ്ക്ക് പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്നത് ശരിയാകാം. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ വരുമ്പോൾ മാത്രമേ ശൈഖുനാവുകൾ രാജിവെക്കുള്ളൂ. നിയമത്തെക്കുറിച്ച് പൂർണ്ണ ബോധവാനാണ് ശൈഖുന. ശൈഖുന നിയമത്തിന്റെ അപ്പുറത്തേക്ക് ഒന്നും കടക്കൂല. ഈ അഡ്വക്കറ്റോ അല്ലെങ്കിൽ ജഡ്ജിയോ ഒന്നുമല്ല ബഹുമാനപ്പെട്ടവരെങ്കിലും നമ്മളെ എസ് എം ബാദുഷാ ഹാജി ത്വരീഖത്തിന്റെ വലിയ നേതാവായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഇദ്ദേഹം എങ്ങാനും ഒരു വക്കീലാണെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരിക്കും എന്ന് എപ്പോഴും അദ്ദേഹം സംഭാഷണത്തിൽ. അത്ര നിയമപരമായിട്ടുള്ള ജ്ഞാനമുള്ള ആളാണ് ഷെയ്ഖുന താജുൽ ഉലമ അവർകൾ. ആ ഷെയ്ഖുന താജുൽ ഉലമ അവർകൾ ഇതിന്റെ പേരിൽ രാജിവെച്ചിട്ടില്ല. ഭരണഘടനക്കെതിരായിട്ട് അർഹതയില്ലാത്തവരെ മെമ്പർമാരാക്കണമെന്ന് ഭേദഗതി കൊണ്ടുവന്നാലും തീരുമാനപ്രകാരമല്ലേ ഭേദഗതി കൊണ്ടുവരുന്നത്? ജനറൽ ബോഡിയല്ലേ അത് അംഗീകരിക്കുന്നത്? ബഹളങ്ങളെല്ലാം നടന്നാലും അംഗീകരിച്ചാൽ അത് നിയമമായല്ലോ. അതിന്റെ പേരിൽ പിന്നെ രാജിവെക്കാൻ പറ്റില്ല.